نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا الله إن സത്യവിശ്വാസികളായ അടിമകൾ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായ കോടിക്കണക്കിന് വരുന്ന അടിമകൾക്കിടയിൽ നിന്ന് പ്രത്യേകം സെലക്ട് ചെയ്ത ചില ആളുകൾ മക്കയിലെത്തി പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നമുക്ക് പറഞ്ഞു തന്ന പേര് വഫ്ദുല്ലാഹ്, അല്ലാഹുവിന്റെ അതിഥികൾ. അല്ലെങ്കിൽ ഒരു നാട്ടിൽ നിന്ന് ആ നാട്ടുകാരുടെ പ്രതിനിധിയായി അല്ലാഹുവിന്റെ അടുക്കിലേക്ക് യാത്രയാക്കപ്പെട്ട ഒരു സംഘം. ഒരുപക്ഷെ ദുനിയാവിൽ ഈ വലിയ നിഅമത്ത് നൽകപ്പെടുന്നത് ഓരോ സത്യവിശ്വാസിയുടെയും മനസ്സിലുള്ള ആശയും ആഗ്രഹവും അവരുടെ ദുആയും പരിഗണിച്ചാണ്. അതുകൊണ്ട് സലഫുസ് സ്വാലിഹുകൾ പറഞ്ഞത് അല്ലാഹുവിനോട് ചോദിക്കണം അവന്റെ അതിഥിയായി തൗഹീദിന്റെ കേന്ദ്രത്തിൽ എത്താനുള്ള ഭാഗ്യം കിട്ടാൻ. അവിടെ ചെന്ന ഹാജിമാരും ഹജ്ജുമാരും ഇപ്പോൾ ഉംറ പൂർത്തിയാക്കി ദുൽഹജ്ജ് 8 വരെയുള്ള ദിവസങ്ങളിൽ അവർ പെട്ടികൾ നിറയ്ക്കുകയാണ്. യാത്രകളിന്റെ അവസാനം തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവരുന്ന പെട്ടിയല്ല, ഇവിടെ നിന്ന് യാത്ര പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള അവരുടെ പെട്ടികൾ. അതിനുള്ള സ്ഥലമാണ് മക്ക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറാമിൽ നിർവഹിക്കുന്ന നിസ്കാരത്തിന്റെ പ്രതിഫലം പഠിപ്പിച്ചത് ഒരു നിസ്കാരത്തിന് 1,00,000 കൂലിയാണ്. ഒരു സുബ്ഹാനല്ലാഹ് 1,00,000 കൂലിയാണ്. ഒരു റിയാൽ സദഖ ചെയ്താൽ 1,00,000 റിയാൽ സദഖ ചെയ്ത കൂലിയാണ്. ആ മഹാഭാഗ്യവാന്മാർ ഇനി അവിടെ മത്സരിച്ച് പണിയെടുക്കും. അവർ പരിശുദ്ധ ഖുർആനിന്റെ തിലാവത്തിലായിരിക്കും, അദ്കാറുകളിലായിരിക്കും. അവര് തൽബിയത്ത് വർദ്ധിപ്പിക്കുന്നുണ്ടാവും. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അല്ലാഹുവേ നിന്റെ അടിമ നിന്റെ വിളിക്ക് ഉത്തരം നൽകി വന്നിരിക്കുന്നു. ശരീരം, സമ്പത്ത്, സമയം
ഇതെല്ലാം നിന്റെ മുന്നിൽ ചെലവഴിക്കാൻ നീ പറഞ്ഞു, ഇതാ ഞാൻ വന്നിരിക്കുകയാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അവന് നിറയ്ക്കുന്ന പെട്ടിയുടെ ഭാരം അവർക്ക് ഇപ്പൊ മനസ്സിലാവില്ല. ദുനിയാവിൽ നിന്ന് യാത്രയായി അല്ലാഹുവിന്റെ കോടതിയിലെത്തി അവിടെ നിന്നും ലഭിക്കാനുള്ള സ്വർഗത്തിന്റെ ബദലായി ഒരുപക്ഷെ അമാലുകളും നന്മകളും അല്ലാഹു ആവശ്യപ്പെട്ടാൽ അവർക്ക് ആ പെട്ടി അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാം. അതുകൊണ്ട് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ നാളെ മഹ്ശറിൽ മലക്കുകൾ സ്വീകരിക്കുന്ന ചില ആളുകളെ സംബന്ധിച്ച് പഠിപ്പിച്ചത്, വസീഖല്ലദീന തഖവ റബ്ബഹും ഇലൽ ജന്നതി സുമറാ. കൂട്ടമായി അല്ലാഹുവിനെ തഖ്വ ചെയ്ത ആളുകളെ മലക്കുകൾ ആനയിച്ചു കൊണ്ടുപോകും. കാരണം ഒരൊറ്റ നോട്ടത്തിൽ മലായികത്തിന് ബോധ്യപ്പെടും, ഇവർ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പെട്ടികൾ നിറച്ച് വന്നവരാണ്. തൂബാ ലക്കും വഹുസ്നു മആബ്. മലായികത്തുകൾ മംഗളാശംസകൾ പറയും. കഠിനാധ്വാനം ചെയ്ത് വിയർപ്പൊഴുക്കി അഅമാലുകൾ വർദ്ധിപ്പിച്ച് ഭാരം പേറി വന്ന സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മംഗളാശംസകൾ. ഇവിടെ വിഷമമില്ല, നിങ്ങൾക്ക് ഇവിടെ പേടിയില്ല, നിങ്ങൾക്ക് ഇവിടെ പ്രയാസമില്ല. വഹുസ്നു മആബ്. കാത്തിരിക്കുന്നത് നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, നിങ്ങൾ കേട്ടിട്ടില്ലാത്ത, നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമാവാത്ത അഭയകേന്ദ്രമാണ്. യാത്രയായിക്കോളെ. പരിശുദ്ധ കഅബാലയത്തിന്റെ മുറ്റത്ത് ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഹാജിമാരും ഹജ്ജുമ്മമാരും ഇന്നത്തെ ദുനിയാവിലെ മഹാഭാഗ്യവാന്മാരാണ്. അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നസീബാക്കി തരട്ടെ. ദുൽഹജ്ജ് 8 വരെ ഇനി അതാണ് ജോലി. ദുൽഹജ്ജ് 8 അന്ന് രാവിലെ അവർ ദുഹാ സമയത്ത് ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടും. അവരൊന്നുകൂടി പറയും അല്ലാഹുവോട്, ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജതൻ. ഏ അല്ലാഹ്, ഞാനിതാ ഹജ്ജിന് വേണ്ടി വന്നിരിക്കുന്നു, നിനക്ക് ഉത്തരം തന്നിരിക്കുന്നു. അതിനോടൊപ്പം ഒരു വാക്ക് ചേർക്കാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലബ്ബൈക ലാ ശരീക ലക്. ലബ്ബൈക ലാ ശരീക ലക്. വെറുതെ വന്നതല്ല, നാട്ടിലും ജീവിച്ച അബ്ദുള്ളയായിട്ടോ ഫാത്തിമയായിട്ടോ വന്നതല്ല. ഞാൻ നിന്റെ ദർബാറിൽ ഹാജരായിരിക്കുന്നത് ലാ ശരീക ലക്. നിന്റെ ദാത്തിലോ അസ്മാഇലോ സിഫാത്തിലോ നിന്റെ അഫ്ആലിലോ നിന്റെ പ്രവർത്തനങ്ങളിലോ നീയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും നീയല്ലാത്ത വസ്തുക്കളെ, വ്യക്തികളെ, ശക്തികളെ പങ്കിടർക്കാതെ നിന്റെ വഹ്ദാനിയത്ത് അംഗീകരിച്ച് മുവഹിദായ അടിമയായി നിന്റെ മുന്നിൽ ഞാനിതാ ഉത്തരം തന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറഞ്ഞു, ലാ ശരീക ലക് എന്ന് പറയുന്ന വാക്ക് നാവ് കൊണ്ട് പറയുന്ന കാപട്യത്തിന്റെ വാക്കായാൽ അവന്റെ ഹജ്ജ് മർദൂദ, തള്ളപ്പെട്ടതാണ്, സ്വീകാര്യോഗ്യമല്ല. ലാ ശരീക ലക ഇല്ലാതെ പോയവന്റെ ഹജ്ജ് മർദൂദ. അത് അന്നത്തെ അബൂലഹബ് ചെയ്ത ഹജ്ജാണ്. അന്ന് അബൂലഹബ് ചെയ്ത ഹജ്ജാണ്. അന്നത്തെ ഉത്ബയും ശൈബയും ഉമയ്യത്തും ചെയ്ത ഹജ്ജും മദ്റൂദയാണ്. അവരും ഹജ്ജ് ചെയ്തത് അല്ലാഹുവിന് വേണ്ടിയാണ്. ലീലാഫി ഖുറൈശ് ഈലാഫിഹിം رحلة الشتاء والصيف فليعبدوا رب هذا البيت. നബിയെ, നിങ്ങൾ അവരോട് പറ, നിങ്ങളുടെ യാത്രകൾ അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നു. എന്തിനാണെന്നറിയോ? ഈ വീടിന്റെ ഉടമസ്ഥനായ റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ. ഒരു അംഗീകരിച്ചാൽ പോരാ, ഒരെ വിശ്വസിച്ചാലും പോരാ, ഇബാദത്ത് അവന് മാത്രം കൊടുക്കണം. പക്ഷെ അവർ അംഗീകരിച്ചില്ല, എന്നിട്ടും ഹജ്ജ് ചെയ്തു. എങ്കിൽ ലാ ശരീക ലക് എന്ന യാഥാർത്ഥ്യം പൂർത്തിയാക്കാത്തവന്റെ ഹജ്ജ് മക്കത്തെ ജാഹിലിയ്യത്തിന്റെ ഹജ്ജ് മർദൂദ. എന്നാൽ 1 ലക്ഷം അല്ലെങ്കിൽ 40 ലക്ഷം വരുന്ന ഹാജിമാരിൽ, ഹജ്ജുമ്മമാരിൽ ന്യൂനപക്ഷം വരുന്ന വളരെ ചുരുക്കം ചില മുമ്പിലുകൾ സത്യവിശ്വാസികൾ, അവർ ലാ ശരീക ലക യാഥാർത്ഥ്യമാക്കിയവരാണ്. അവരുടെ ഹജ്ജ് മബ്റൂറ. അവർക്കുള്ള കൂലി ആഖിറത്തിൽ സ്വർഗ്ഗമാണ്. അല്ലാഹു അവർക്കും നമുക്കും ആ രീതിയിൽ ലബ്ബൈക പറയാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ദുൽഹജ്ജ് 8 അന്നവർ ഇഹ്റാം കെട്ടി മിനായിലേക്ക് പോകും. അന്ന് മിനായിലാണ് താമസം. ഏത് മിന? നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ മിന. ഇബ്രാഹിമിന്റെ, ഹാജറിന്റെ, ഇസ്മാഈലിന്റെ, ഇസ്തിസ്ലാമിന്റെയും ഇൻഖിയാദിന്റെയും ചരിത്രം പറയുന്ന മിനയിൽ അതവിടെ പഠിക്കാറുണ്ട്. ഈമാനും യഖീനും അഖീദയും തൗഹീദും അതവിടെ പഠിക്കാറുണ്ട്. ഒരു ദിവസം അവിടെ താമസിക്കും.
പിറ്റേന്ന് ദുൽഹജ്ജ് 9 അന്ന് സുബഹിക്ക് ശേഷം അവർ അറഫയിലേക്ക് യാത്രയാകും. അൽ ഹജ്ജു അൽ അറഫ, അതാണ് ഹജ്ജ്. അറഫയാണ് ഹജ്ജ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ ദിവസത്തിന്റെ പ്രാധാന്യം പറഞ്ഞിരുന്നു. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ചില കാര്യങ്ങളെ സത്യം ചെയ്ത് പറയാനായിട്ട് ഉപയോഗിക്കും. സത്യം ചെയ്ത് പറയാൻ ഏറ്റവും ഉന്നതനായവൻ സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളും വ്യക്തികളും ഏറ്റവും ഉന്നതമായതായിരിക്കും. വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽയൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ്. ഇത് 3 ദിവസങ്ങളാണ്. ഈ 3 വാക്കുകൾ 3 ദിവസങ്ങളാണ്. വസ്സമാഇ ദാത്തിൽ ബുറൂജ്, ആകാശം തന്നെയാണ് സത്യം. വൽയൗമിൽ മൗഊദ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൗമുൽ മൗഊദ് ഔ യൗമുൽ ഖിയാമ, അന്ത്യനാൾ, വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസം. നിങ്ങളോട് ആവർത്തിച്ച് 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 പറയപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ദിവസം യൗമുൽ മൗഊദ്. ഭൂലോകത്ത് ജീവിക്കുന്ന സർവ്വതും, മനുഷ്യൻ മാത്രമല്ല, മനുഷ്യരും മനുഷ്യേതര ജീവജാലങ്ങളും മുഴുവൻ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന, നിങ്ങളോട് താക്കീത് ചെയ്യപ്പെട്ട ദിവസം യൗമുൽ മൗഊദ്. ഞാനുണ്ടാവും, നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാവും. വടക്കേരിയിലെ വിശ്വാസികൾ പരസ്പരം അവിടെ കാണുകയും ചെയ്യും. ചില ആളുകളെ കാണുമ്പോൾ ഓടും. ആ ഓടുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ ഉമ്മയുണ്ടാവും, ഉപ്പയുണ്ടാവും, കൂടെപ്പിറപ്പുകളുണ്ടാവും, ഭാര്യമാരുണ്ടാവും, കൂട്ടുകാരുണ്ടാവും. ഒരുപക്ഷെ പിറകുന്ന് പിടിച്ചു നിർത്താൻ ആഗ്രഹിക്കും, പക്ഷെ നിൽക്കൂല. എന്തുകൊണ്ട് നിൽക്കൂല? എന്റെ ഉമ്മ എങ്ങാനും എന്നോടൊരു സുബ്ഹാനല്ലാഹ് ആവശ്യപ്പെട്ടാൽ എന്ന പേടി, ഒരു സുബ്ഹാനല്ലാഹ് കുറവുണ്ടാവും മീസാനിൽ. ഒരു 2 റക്അത്ത് നിസ്കാരത്തിന്റെ കുറവുണ്ടാവും മീസാനിൽ. 2 റക്അത്ത് തഹജ്ജുദിന്റെ കുറവുണ്ടാവും. കൈമടക്കി പറഞ്ഞ സുബ്ഹാന റബ്ബിയൽ അസീം ഒരു കുറവുണ്ടാവും. ഒറ്റൊന്നിന്റെ രാവിലെ പറയുന്ന 100 അല്ല, ആ 100ൽ 99 പറഞ്ഞിട്ടുണ്ടാവും. ഒറ്റൊന്നിന്റെ കുറവുണ്ടാവും. അത് ആവശ്യപ്പെടും ഉമ്മാനോട്, ഉപ്പയോട്, മക്കളോട്, ഭാര്യയോട്. യൗമ യഫിറുൽ മർഉ മിൻ അഖി, തരൂല, അവൻ ഓടിക്കളയും. ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നി, ഓരോരുത്തർക്കും അവരവരുടെ ജോലിയുണ്ടെന്ന്. ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം ഖലീലുള്ളാഹ്, അല്ലാഹുവിന്റെ കൂട്ടുകാരൻ, ജിഗ്രി ദോസ്ത്, ഖലീലിന്റെ അർത്ഥം ഏറ്റവും നല്ല കൂട്ടുകാരൻ അല്ലാഹുവിന്റെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുട്ടുകൾ കുത്തിയിരിക്കും യൗമുൽ ഖിയാമയിൽ, കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തും. എന്നിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം പറഞ്ഞുകൊണ്ടിരിക്കും, യാ റബ്ബി സല്ലിം, യാ റബ്ബി സല്ലിം, ഏ അല്ലാഹ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിത്ത. അതിന്റെ ഇടയിൽ ഞാനുണ്ടാവും, നിങ്ങളുണ്ടാവും. എന്തു പറയും നമ്മൾ എന്ത് പേര് വിളിക്കും അല്ലാഹുവിന്റെ? എന്ത് മുന്നിൽ അർപ്പിച്ച് യാചിക്കും അല്ലാഹുവോട്? യൗമുൽ മൗഊദ്, വരാനിരിക്കുന്ന ദിവസം. പണിയെടുക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. വശാഹിദിൻ വമശ്ഹൂദ്, ഷാഹിദ്, സാക്ഷിയാവുന്ന ദിവസം. ഐ യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം. ചില ദിവസമല്ല, അതുകൊണ്ടാണ് വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിലേക്ക് വരാൻ പറഞ്ഞു. ഇത് സാക്ഷിയാണ് അല്ലാഹുവിന്റെ ദർബാറിൽ. യൗമുൽ മശ്ഹൂദ്, അതേപോലെ തന്നെ യൗമു അറഫ, മശ്ഹൂദായ ദിവസം യൗമു അറഫ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്തു പറയാൻ ഉപയോഗിച്ച ദിവസങ്ങൾ യൗമുൽ ഖിയാമ, യൗമുൽ ജുമുഅ, യൗമു അറഫ. എന്നിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ തലഅത് ശംസു വലാ ഗറബത് അലാ യൗമിൻ അഫ്ദല മിൻ. ദുനിയാവിൽ 365 ദിവസങ്ങളിൽ ഒരു വർഷത്തെ സൂര്യൻ ഉദിക്കുകയും സൂര്യൻ അസ്തമിക്കുകയും ചെയ്യുന്ന ഒരു ദിവസവും അറഫ ദിവസം പോലെ പ്രത്യേകതയുള്ള ദിവസമില്ല. 365 ദിവസങ്ങളിൽ 365 ദിവസങ്ങളിൽ ഒരേ ഒരു ദിവസം യൗമ അറഫ, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. എന്തുകൊണ്ടറിയോ? പുതുമലങ്ങൾ നിറഞ്ഞ് ശരീരത്തിലും വസ്ത്രത്തിലും മരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അടിയാറുകൾ അറഫ മരുഭൂമിയിൽ ഒരുമിച്ച് കൂടി അല്ലാഹുവോട് യാചിക്കുന്ന മലായികത്തിന്റെ മുമ്പിൽ ഉടമസ്ഥനായ അല്ലാഹു അഭിമാനം പറയുന്ന ദിവസം. യാ മലായിക
ഈ അടിമയെ നോക്ക്, ഈ അടിയാത്തിയെ നോക്ക്. നിങ്ങൾ എന്ത് പറഞ്ഞു? കുരുത്തക്കെട്ടവർ. നിങ്ങൾ എന്ത് പറഞ്ഞു? രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്നവർ. നിങ്ങൾ എന്ത് പറഞ്ഞു? എന്റെ അടിമകളെ തോന്നിവാസികൾ. ഇല്ല, അവരിതാ വന്നിരിക്കുന്നു എന്റെ ദർബാറിൽ. എന്റെ വിളിക്കുത്തരം നൽകി പൊടിപടലങ്ങൾ നിറഞ്ഞ് അടുക്കുകൊണ്ട് വിശന്നൊട്ടി ചുട്ടുകൊള്ളുന്ന വെയിലത്ത് എന്റെ ദർബാറിൽ ഒരുമിച്ച് കൂടി ആശിക്കുന്ന കാഴ്ച നോക്ക്. അള്ളാഹ് അഭിമാനം പറയുന്ന ദിവസം യൗമ അറഫ, ദുൽഹജ്ജ് 9-ന്റെ ദിവസം. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവിലെ ഏറ്റവും അഫ്ദലായ ദിവസം. വഫീഹി സാഅ, ആ ദിവസത്തിൽ ഒരു സമയമുണ്ട്. ഏതാന്ന് പറഞ്ഞില്ല. ആ ദിവസത്തിൽ ഒരു സമയമുണ്ട്. ലാ യുവാഫിഖുഹാ അബ്ദുൻ മുഅ്മിൻ യദ്ഉ അല്ലാഹ ബിഖൈരിൻ ഇല്ലാ ഇസ്തജാബ അല്ലാഹു ലഹു. അന്നൊരു വിശ്വാസി എന്തെങ്കിലും ഖൈർ കിട്ടാൻ അല്ലാഹുവിനോട് ചോദിച്ചുവെങ്കിൽ അവൻ ഉത്തരം കൊടുക്കാതിരിക്കുകയില്ല. ഹാജിമാരത്തെ ഭാഗ്യവാന്മാർ, ഹജ്ജുമാരത്തെ ഭാഗ്യവതികൾ. അവരെന്ത് അന്നത്തെ ദിവസം റബ്ബിനോട് ചോദിക്കുമോ, ഇല്ലാ ഇസ്തജാബ അല്ലാഹു ലഹു, അതല്ല കൊടുക്കാതിരിക്കൂല. എന്ത് ചോദിച്ചാലും കൊടുത്തിരിക്കും. ചിലപ്പോൾ അയാൾ കൊലപാതകിയായിരിക്കും, ചിലപ്പോൾ വ്യഭിചാരിയായിരിക്കും, ചിലപ്പോൾ പലിശക്കാരനായിരിക്കും, ചിലപ്പോൾ കള്ളുകുടിയനായിരിക്കും, തോന്നിവാസിയും വൃത്തികെട്ടവനുമായ മുജ്രിമായിരിക്കും. അറഫാ ദിവസം അവിടെ പോയി ചോദിച്ചാൽ കൊടുക്കാതിരിക്കൂല. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ യസ്തഈദു മിൻ ഷൈഇൻ ഇല്ലാ അആദ അല്ലാഹു മിൻ. ഏതൊരു കാര്യത്തിൽ നിന്നാണോ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നത്, അല്ലാഹു കാവൽ കൊടുക്കാതിരിക്കൂല. യൗമു അറഫ, അത് ഹജ്ജിന്റെ പ്രത്യേകത, അത് അറഫ ദിവസത്തിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി പോയ ഒരാള് വേറെ ഒരു കർമ്മവും ചെയ്യാൻ പറ്റിയില്ല. മിനയിൽ പോകാൻ പറ്റിയില്ല, കല്ലെറിയാൻ പറ്റിയില്ല, മുസ്ദലിഫയിൽ നിൽക്കാൻ പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. പക്ഷേ ഒരു സെക്കൻഡ് അറഫയിൽ അവൻ നിന്നാൽ അവന്റെ ഹജ്ജ് ഓക്കെയാണ്. ബാക്കിയെല്ലാം ചെയ്തു. അറഫയിൽ നിൽക്കാതെ മടങ്ങിയാൽ ആ ഹജ്ജ് ഖദാ വീട്ടൽ വാജിബാണ്, തിരിച്ചു പോയേ പറ്റുള്ളൂ. അൽ ഹജ്ജു അൽ അറഫ. സൗദി ഗവൺമെന്റ് ഇപ്പോൾ ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലാണെങ്കിൽ ഹെലികോപ്റ്റർ സംവിധാനിച്ചിട്ടുണ്ട്. അതിൽ കൊണ്ടുവന്ന് അറഫയിൽ 1 മിനിറ്റ് നിർത്തി തിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഹജ്ജ് കിട്ടാൻ. യൗമ അറഫ, ദുൽഹജ്ജ് 9-ന്റെ അന്ന്. അത് ഹാജിമാർ കാത്തിരിക്കുകയാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാള് ഹജ്ജിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് ചോദിച്ചു. അതിന് ഉത്തരമായി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅമ്മാ വുഖൂഫുക അശിയ്യത അറഫ, അറഫ ദിവസത്തെ വൈകുന്നേരം നീ അവിടെ ചെന്ന് നിൽക്കുക എന്നുള്ളത് ഒരു അത്ഭുതമുണ്ട്. ദുനിയാവിലെ എല്ലാ ദിവസങ്ങളും തുടങ്ങുന്നത് തലേന്ന് മഗ്രിബിനാണ്. ഇപ്പൊ ഇന്ന് വെള്ളിയാഴ്ച, നമ്മൾ ഇന്നലെ വ്യാഴാഴ്ച മഗ്രിബിന് തന്നെ വെള്ളിയാഴ്ചയായി. പക്ഷെ അറഫ അങ്ങനല്ല. ദുനിയാവിലാകെ ഒറ്റ ദിവസമേ ഉള്ളൂ നേരെ ഉൾട്ട. അറഫ തുടങ്ങുന്നത് ദുൽഹജ്ജ് 9-ന്റെ വൈകുന്നേരമാണ്. അറഫ ദിവസത്തിന്റെ തുടക്കം ദുൽഹജ്ജ് 8-ന്റെ മഗ്രിബല്ല, ദുൽഹജ്ജ് 9-ന്റെ അറഫ ദിവസത്തിന്റെ മഗ്രിബോടെ തുടങ്ങി രാത്രിയിൽ പൂർത്തിയാവും. അതാണ് അറഫ. അതുകൊണ്ടാണ് മഗ്രിബോടുകൂടി അറഫയിൽ നിന്ന് പോവാൻ പറഞ്ഞു. എന്നാലും രാത്രി കുറച്ചു വൈകുമ്പോൾ അവിടെ നിൽക്കൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്താക്കി തന്നു. കാരണം രാത്രിയിലും കൂടി നിൽക്കാൻ, രാത്രിയാണ് യൗമ അറഫ, പകലല്ല. പിന്നെ എങ്ങനെ നമുക്ക് ഇവിടത്തെ നോമ്പ് അവിടത്തെ അറഫയും ഒരുമിച്ചാക്കാൻ പറ്റുക? ഇവിടത്തെ അറഫ ദിവസം രാത്രിയാണ്, പകലല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ അറഫന്റെ നോമ്പെടുക്കുന്നത് ഹാജിമാരോട് ഒരുപോലെ ആവാനല്ല. അവർ 7 ലക്ഷം കൊടുത്തിട്ട് പോയതാ. നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ അറഫ കിട്ടൂല. അവിടെ അറഫ തുടങ്ങുന്നത് ഇവിടെ പിറ കണ്ടിട്ട് എപ്പോഴാണോ അറഫ അന്ന് നമുക്ക് അറഫ ഖലാസ്. അവിടെ പിറ കണ്ടിട്ട് എപ്പോഴാണോ അറഫ അന്ന് അവർക്ക് അറഫ ഖലാസ്. അതിനെപ്പറ്റി ചർച്ചക്ക് പോകണ്ട, ഇഖ്തിലാഫാത്തുകളിൽ മുഴുകരുത്, ദീൻ വികലമാകും. ഇല്ലെങ്കിൽ അഭിപ്രായം പറയുന്നവർക്ക് നല്ല ഇൽമു വേണം, ഖുർആൻ തിരിയണം, ഹദീസ് തിരിയണം, മസ്അലകൾ അതിൻ്റെ ഉള്ളിൽ ഇസ്തിംബാത്ത് ചെയ്യാനുള്ള ഫഹം ഉണ്ടാവണം. അവർക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ അപ്പുറത്തെ പീടി പോയത് കട്ടൻ ചായ കുടിച്ചിട്ട് അതെങ്ങനെ എന്ത് അറഫയാവുക, നാളെല്ലാമുണ്ട്, അതിനുള്ള ഇൽമ നമുക്കില്ല. നമ്മുടെ നാട്ടിൽ എന്താണോ ഹിലാൽ പിറ കണ്ടത്, ദുൽഹജ്ജ് 1-ന്റെ പിറ കണ്ടത്, അന്ന് നമുക്ക് ദുൽഹജ്ജ് തുടങ്ങി. സൗദിയിൽ എപ്പോഴാണോ കണ്ടത് അന്ന് അവിടെയും തുടങ്ങി. അതിനെപ്പറ്റി ചർച്ചയില്ല. ചർച്ചകൾ ഒഴിവാക്കി ചെയ്യുന്നുണ്ട്. കൃത്യമായി തെളിവ് ചെയ്ത് കിട്ടിയാൽ ഫോളോ ചെയ്തോളൂ, ഭിന്നിക്കരുത്.
അടിപിടിയാക്കരുത് ചെറിയ വിഷയങ്ങളിൽ. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിക്ക് പറഞ്ഞു കൊടുത്തു, വഅമ്മാ വഖൂഫുക അശിയ്യത അറഫ, നീ അറഫ ദിവസം വൈകുന്നേരം അറഫയിൽ ചെന്ന് നിൽക്കണം. ഫഇന്നല്ലാഹ യഹ്ബിതു ഇലാ സമാഇ ദുനിയ, അന്ന് വൈകുന്നേരം അല്ലാഹു ദുനിയാവ് നമ്മൾ കാണുന്ന ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എങ്ങനെ? അല്ലാഹു അഅലം. ചോദിക്കാൻ പാടില്ല, അത് ചോദിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കമാ യലീഖു ലിദാതിഹി സുബ്ഹാന, അല്ലാഹു എങ്ങനെ ഇറങ്ങും അങ്ങനെ നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല പറഞ്ഞു, അഥവാ അതിനെപ്പറ്റി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യം ബിദ്അത്താണ്, ചോദിച്ചവൻ മുബ്തദിഅാണ്, അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ കൽപ്പന കൊടുത്തു ഇമാം മാലിക് റഹിമഹുല്ലാഹ്. ചോദിക്കാൻ പാടില്ല. എന്തുകൊണ്ടറിയോ? അത് അല്ലാഹുവിന്റെ സിഫത്തുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയില്ല അല്ലാഹുവിന്റെ ദാത്ത് എങ്ങനെ, നമുക്കറിയില്ല. അവന്റെ ദാത്ത് എങ്ങനെയാണോ അങ്ങനെ അവൻ ആകാശത്തിൽ യഹ്ബിതു അല്ലാഹു ഇലാ സമാഇ ദുനിയ ഫയുബാഹി ബികുമുൽ മലായിക, എന്ന് വൈകുന്നേരം മലക്കുകൾ നിങ്ങളെ വന്ന് പൊതിയും. അത് അറഫയിൽ ചെന്ന് നിൽക്കുന്നവർ ഫീൽ ചെയ്യും. വടക്കേരിയിലെ പള്ളി എന്ന് പറഞ്ഞാൽ തിരിയില്ല, അത് ഫീൽ ചെയ്യാൻ അറഫയിലെത്തണം. എപ്പോ എത്തണം? ദുൽഹജ്ജ് 9 അറഫന്റെ അന്ന് വൈകുന്നേരം എത്തണം. സാധാരണ ഉലമാക്കൾ പറയാറുണ്ട്, അന്ന് ദിവസം തമ്പുകളുണ്ടാവും അറഫയിൽ. അറഫ തമ്പ് തിരിക്കാം. വൈകുന്നേരം ആകുമ്പോൾ കൂടെ വന്ന അമീറന്മാര് കൂടെ വന്ന ആൾക്കാരോട് ഒന്ന് പുറത്തിറങ്ങിയിട്ട് നോക്കാൻ പറയും. നോക്കിയാൽ മനസ്സിലാവും അന്നത്തെ അന്തരീക്ഷവും അന്നത്തെ മുഅ്മിനീങ്ങളുടെ മുഖഭാവവും തിരിയും. മലക്കുകൾ വന്നവരെ പൊതിയും. മലക്കുകൾ പൊതിഞ്ഞു. അല്ലാഹു ആകാശത്തെത്തി. അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. ഫയഖൂൽ അല്ലാഹു പറയും, യാ ഇബാദി, എൻ്റെ അടിമകളെ. സന്തോഷത്തിൽ അല്ലാഹു പറയും, ഇബാദി, എൻ്റെ അടിമകളെ, ജാഊനി ശുഅസൻ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. മലക്കുകളോട്, എൻ്റെ ഈ അടിമകളുണ്ടല്ലോ, മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വിദൂരത്തുള്ള നാടുകളിൽ നിന്ന്, മലഞ്ചെരുവുകളിൽ നിന്ന്. ഏതെല്ലാം നാട്ടിൽ നിന്ന് ഇപ്പൊ മക്കത്താണെത്തി പറയും. അറഫയിൽ കാണാം ജനസാഗരം, ലക്ഷക്കണക്കിന് ആളുകൾ. മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, ഏതോ മൂലക്കുള്ള മലഞ്ചെരുവുകളിൽ നിന്ന് മെലിഞ്ഞൊട്ടിയോട്ടപ്പുറത്ത് വരെ ജാഊനി, എന്റെ അടിമയിത എന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്റെ വിളിക്കുത്തരം നൽകി. ശുഅസൻ, പളപളപ്പുള്ള വസ്ത്രം ധരിച്ചിട്ടല്ല, അത്തുപൂശി മണപ്പിച്ചിട്ടുമല്ല, ഇസ്ത്രീയിട്ട് തേച്ച് മിനുക്കിയിട്ടുമല്ല, പൊടിപടം പിടിച്ച് ആകർഷം നോട്ടി അടുക്കി പിടിച്ച് വൃത്തികേടായി ഇതാ എന്റെ മുമ്പിൽ അവർ വന്നിരിക്കുന്നു. ഏ മലക്കുകളെ, യർജൂന ജന്നതി, യർജൂന ജന്നതി, എന്റെ അടിമകൾ വന്ന എന്തിനാണെന്നറിയോ? ഈ ശരീരവും സമ്പത്തും ആരോഗ്യവും സമയം ചെലവഴിച്ച് ഞാൻ അവർക്ക് നൽകാമെന്ന് വാദ ചെയ്ത സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് അവർ വരുന്ന ഒരാൾക്ക് പോലെ 1 ലക്ഷമില്ല. 6-7 ലക്ഷം കൊടുത്തിരുന്ന് പോകുന്ന ആൾക്ക് വേറെ 1 ലക്ഷമില്ല. ചില ആൾക്കാർ പറയുന്നത് കേട്ടു, ആ 7 ലക്ഷം അയൽപക്കത്തുള്ള ഫക്കീറിന് കൊടുത്താൽ ഓന്റെ ജീവിതം ഒന്ന് മെച്ചപ്പെടൂലേ, അത് വേറെ കൊടുക്കാൻ നമ്മുടെ രമ്യോടെ പ്രവചിച്ചിട്ടുണ്ട്. ആ പോകുന്നവരത് കൊടുക്കുന്നുണ്ട്. അത് എനിക്ക് തിരിയില്ല. നീ കൊടുക്കാത്തതുകൊണ്ട് നിനക്ക് തിരിയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പഠിപ്പിച്ചതെന്നറിയോ? അയൽപക്കത്ത് താമസിക്കുന്നവർ മുസ്ലിമാണ് നോക്കാതെ, മജൂസിയോ യഹൂദിയോ നസ്രാനിയോ നിരീശ്വരവാദിയോ ഉടമസ്ഥനായ അല്ലാഹുവിനെ വെല്ലുവിളിക്കുന്ന തോന്നിവാസിയാണെങ്കിലും ശരി, അവന്റെ മക്കൾ അപ്പുറത്ത് പട്ടിണി കിടക്കുമ്പോൾ ഇവിടുന്ന് വയറു നിറച്ചും ഭക്ഷണം കഴിക്കുന്ന മുസൽമാൻ എന്നിൽപ്പെട്ടവരല്ല. അത് പഠിപ്പിച്ച റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഫോളോ ചെയ്യുന്നവരാ മുസ്ലിമീങ്ങൾ. ഈ 7 ലക്ഷം വേറെ, അപ്പുറത്തെ 14 ലക്ഷം അയൽവാസിക്ക് പോലെ കൊടുക്കാൻ നമ്മളെ വേണ്ട കൊടുക്കുകയും ചെയ്യും. നിങ്ങൾക്ക് തിരിയില്ല. എന്താ തിരിയാത്തറിയോ? വലാകിൻ തഅമൽ ഖുലൂബുൽ ലതി ഫിസ്സുദൂർ ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ. ലാ തഅമൽ അബ്സാർ. നിങ്ങളുടെ മുഖത്ത് അല്ലാഹു ഒട്ടിവെച്ച കീറിവെച്ച ഈ കണ്ണുണ്ടല്ലോ, അതിനല്ല അന്ധത ബാധിക്കുന്നത്. അത് കാണണ്ടായ നിങ്ങൾക്ക് ഈ പള്ളിയും വിലാലും മരങ്ങളും ഓരോ മക്കളെയും കാണാൻ പറ്റൂല. അത്രേ ഉള്ളൂ. ഈ കണ്ണിന്റെ കാഴ്ച പോയാൽ
ദുനിയാവിലെ വസ്തുക്കളെ കാണാൻ കഴിയില്ല. വലാകിൻ തഅമൽ ഖുലൂബുൽ ലതി ഫിസ്സുദൂർ, നിങ്ങളുടെ നെഞ്ചിന്റെ ഉള്ളകത്തുണ്ട് കണ്ണുകൾ, അതിനെ അന്ധത ബാധിച്ചവർ ഹഖീഖത്ത് കാണുകയില്ല. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഈ കണ്ണ് പോയാലും ഇതിന്റെ ഉള്ളിലുള്ള കണ്ണ് പോവാതെ, അത് പോയവന് മുസ്ലിം ഉമ്മത്തിന്റെ അമല് മനസ്സിലാവില്ല. നമ്മുടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ദുനിയാവിലെ ഏറ്റവും പരിപൂർണനായ മനുഷ്യരെ അവർക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് അയൽവാസിക്ക് 7 ലക്ഷമല്ല, അയൽവാസിക്ക് 14 കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. പാവപ്പെട്ടവരുണ്ടോ? വിശക്കുന്നവരുണ്ടോ? സ്കൂൾ തുറക്കാൻ ബാഗ് വാങ്ങാൻ പൈസയില്ല, പുസ്തകം വാങ്ങാൻ പൈസയില്ല. പള്ളികളിലേക്ക് പോ, മഹല്ല് ജമാഅത്ത് പള്ളികളിലേക്ക് പോ. മുസ്ലിമും കാഫിറും യഹൂദിയും നസ്രാനിയും എല്ലാവരും പോ. മഹല്ല് കമ്മിറ്റിയെ കാണും, അവിടെ സക്കാത്ത് സെല്ലുണ്ടാവും. അവരുടെ വിഷയം പറ, അവർ എഴുതി തരും. നിങ്ങൾക്ക് ചെക്ക് ആവശ്യത്തിനുള്ള സാധനം വാങ്ങാൻ, അത് കൊടുക്കാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് മുസ്ലിമുകളിൽപ്പെട്ട പണക്കാര് അവരുടെ സ്വത്തിന്റെ 2.5% നേരത്തെ ഒഴിവാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഇതിന് 3 പൈസ എടുത്ത് കൊടുക്കേണ്ട കാര്യം മുസൽമാനില്ല. ഇത് വേറെ, ഇത് ഉടമസ്ഥനായ റബ്ബ് വിളിച്ചു വാ. അപ്പൊ പറഞ്ഞു ശരി, തയ്യാർ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അതിന് പോയതാ. ഇത് അതിനുള്ള പൈസയാണ്, ഇത് ഫഖീറിന് കൊടുക്കാനുള്ള പൈസ അല്ല. എന്ന് മാത്രമല്ല, അങ്ങനെ പൈസ ഉള്ളവനെ പോണ്ടുള്ളൂ, പൈസ ഉള്ളവനെ പോണ്ടുള്ളൂ. മനിസ്തതാഅ ഇലൈഹി സബീലൻ, പൈസ ഉണ്ട്, ഫഖീർ പോകേണ്ട കാര്യമില്ല. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പറയും മലക്കുകളോട്, യർജൂന ജന്നതി, അവർ ആഗ്രഹിക്കുന്നത് എന്റെ സ്വർഗ്ഗം. ഫലൗ കാനത് ദുനൂബുകും, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ഇരിക്കുന്ന ഓരോരുത്തരെയും, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും എത്രയും പെട്ടെന്ന് അല്ലാഹു അറഫയിൽ എത്തിക്കട്ടെ. ദുൽഹജ്ജ് 9 അന്ന് മലക്കുകൾ പറയും, മലക്കുകളെ നിങ്ങൾ കേട്ടോളി, മലക്കുകളെ നിങ്ങൾ സാക്ഷിയായിക്കോളി. ഫലൗ കാനത് ദുനൂബുകും, എന്റെ അടിയാറുകളെ, നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ കഅദതി റംലി, ഭൂമിയിലുള്ള മണൽത്തരികൾക്ക് സമാനമാണെങ്കിലും. ഒരു നുള്ളു മണ്ണ് വാരിയാൽ അത് എത്രയുണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു പുലി വാരിയാൽ അതും പറയാൻ കഴിയില്ല. പിന്നെ അല്ലാഹു പറഞ്ഞ കഅദതി റംൽ എത്രയായിരിക്കും? ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു വെച്ച് സംവിധാനിച്ച മണലുകൾക്ക്, മണ്ണുകൾക്ക് സമാനമാണ് നിങ്ങളുടെ പാപമെങ്കിലും. ഔ ഖഖതരിൽ മതരി, മുകളിൽ നിന്ന് വരുന്ന മഴത്തുള്ളികൾക്ക് സമാനമാണെങ്കിലും. ഇറങ്ങി വരുന്ന മഴത്തിന്റെ തുള്ളികൾ പറയാൻ കഴിയില്ല എത്രയുണ്ട്, അത്രയും നിങ്ങളെ പാപങ്ങൾ ഉണ്ടെങ്കിലും. ഔ കസബതിൽ ബഹരി, ഇവിടേക്കാർ കടൽ കണ്ടിരുന്നു അറിയില്ല, മലയാളത്തിൽ പോയിട്ട് കടൽ നോക്കണം. തിരമാലകൾ വന്നടിക്കുമ്പം അതിലുണ്ടാകുന്ന പത, അതിന്റെ നൊര, അതിന്റെ സമാനമാണ് നിങ്ങളുടെ പാപമെങ്കിലും ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. അതിനാണ് ഹജ്ജ്, അതിനാണ് ഹജ്ജ്. പിന്നെ 10 ലക്ഷം ഈ ഉമ്മത്തിന് വിലയില്ല. അവന്റെ റബ്ബിന് കൊടുക്കുന്ന മഗ്ഫിറ, സ്വർഗ്ഗത്തിലേക്കുള്ള ബോർഡിംഗ് പാസ് ആണത്, സ്വർഗ്ഗത്തിലേക്കുള്ള ടിക്കറ്റ് ആണ് മഗ്ഫിറ. അത് അറഫയുടെ ദിവസം ഉടമസ്ഥൻ നേർക്ക് നേരെ വന്ന് പറയും, ലഗഫർതുഹാ, മാപ്പാക്കിയിരിക്കുന്നു. പിന്നെ എങ്ങനെയാ മുസ്ലിം പോവാതിരിക്കുക? പിന്നെ എങ്ങനെയാ പ്രിയപ്പെട്ട പണക്കാരെ പൈസ അതിനു വേണ്ടി മാറ്റി വെക്കാതിരിക്കുക? വർഷം എടുത്തു വെക്കണം, മാസം എടുത്തു വെക്കണം. ഓരോരുത്തർക്ക് എന്തിനായി പൈസ? നമുക്ക് പോയിട്ട് മഗ്ഫിറത്ത് വാങ്ങണ്ടേ? അതിനുള്ളതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ലഗഫർതുഹാ, ഞാൻ കൊടുത്തരും. എന്നിട്ട് അല്ലാഹു പറയുന്ന ഒരു വാക്കുണ്ട്, ثم أفيضوا من حيث أفاض الناس, ثم أفيضوا من حيث أفاض الناس. അതിനുശേഷം എന്റെ അടിമകളെ, പാപങ്ങൾ മാപ്പ് ചെയ്യപ്പെട്ടവരായി മുസ്ദലിഫയിലേക്ക് ഒഴുകുന്ന ഒഴുക്കിന്റെ കൂട്ടത്തില് നിങ്ങളങ്ങ് ഒഴുകിക്കോളൂ. പോവാതല്ല പറഞ്ഞത്, നിങ്ങൾ പോയിക്കോന്നല്ലെന്ന് പറഞ്ഞത്. അഫീദു, അഫീദു. ദുൽഹജ്ജ് 9 അന്ന് മഗ്‌രിബിന് ശേഷം മുസ്ദലിഫയിലേക്കുള്ള ഒരു ഒഴുക്കുണ്ട്. ഒന്ന് യൂട്യൂബിൽ നോക്കി നോക്ക്. വെള്ള വസ്ത്രം ധരിച്ച ഉടമസ്ഥന്റെ അടിയാറുകളുടെ ഒഴുക്ക്, പുഴകൾ ഒഴുകുന്ന പോലെ. അഫീദു, നിങ്ങളും അതിന്റെ കൂടെ ഒഴുകിക്കോളി. ആയത്ത് വെച്ച് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫീദു ഇബാദി, അല്ലാഹു പറയും അടിമകളെ ഒഴുകിക്കോളി, മഗ്ഫൂറൻ ലക്കും, പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി. ഇനി അങ്ങോട്ട് ഹാജിയും ഹജ്ജുമയും പുതിയ മനുഷ്യരാണ്, പുതിയ മനുഷ്യരാണ്. അവരുടെ ഖൽബിൽ കറകളില്ല, തെറ്റുകളില്ല, ചെയ്ത ഒരു പാപവുമില്ല.
കബായിൽപ്പെട്ട ഒരു പാപവും അവന്റെ കൽബിലില്ല. അഫീദു മഗ്ഫൂറൻ ലക്കും. അതിനോടൊപ്പം അള്ളാഹു പറയുന്ന മറ്റൊരു വാക്കുണ്ട്, അതൊരു സന്തോഷ വാർത്തയാണ്. ഇബാദി, എൻ്റെ അടിമകളെ, നിങ്ങൾക്കും വലിമൻ ശഫഅത്തുൻ ലഹു, ആർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്തുവോ അവർക്കും. അത് ഈ ഉമ്മത്തിലെ മിസ്കീന്മാർക്കും ഫക്കീർമാർക്കുള്ള സന്തോഷ വാർത്തയാണ്. അവർക്ക് ആഗ്രഹമുണ്ടാവും പോവാൻ, പൈസ ഉണ്ടാവില്ല. പക്ഷെ നാട്ടിൽ നിന്നൊരു പൈസക്കാരൻ പോകുമ്പോൾ ഈ പാവപ്പെട്ടവൻ ചിലപ്പോൾ കരയുന്നുണ്ടാവും, അവരുടെ മനസ്സ് ദുഃഖിക്കുന്നുണ്ടാവും. ഉടമസ്ഥനായ റബ്ബ് പറഞ്ഞു, അർഹമുർ റഹീമായവൻ ഹാജിമാരോട്, ദാ നാട്ടുകാർക്കും എന്നോട് ചോദിച്ചോ, വീട്ടുകാർക്കും കുടുംബക്കാർക്കും നാട്ടുകാർക്കും വന്ന സ്ഥിതിക്ക് എന്നോട് ചോദിക്കണം, നിങ്ങൾക്ക് ഞാൻ തരും. വലിമൻ ശഫഅത്തുൻ ലഹു, നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ചോദിച്ചത് അവർക്ക് ഞാൻ കൊടുക്കും. ഹജ്ജിന് പോകുന്ന ആൾക്കാരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. അവർ ചെന്ന് ഇങ്ങോട്ട് വന്ന് കാണലല്ല, അവർ അങ്ങോട്ട് ചെന്ന് കണ്ടിട്ട് അറഫയിൽ ദുആ ചെയ്യുമ്പോൾ എന്നെ നോക്കണേ എന്ന് പറയണം. ഖാസായ കാര്യം പറയരുത്. എങ്ങനെ, എനിക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അതിനു വേണ്ടി ദുആ ചെയ്യണം അത് പറയണ്ട. അതാർക്കറിയാം? എന്തുകൊണ്ടാണ് പറയേണ്ടതെന്ന് പറയാൻ കാരണം, ചിലപ്പോന്നല്ല, സ്വീകരിക്കുന്ന ഉറപ്പാണ്. അവിടെ പോയി ചെയ്ത ദുആ കബൂലാവും പ്രിയപ്പെട്ടവരെ. അതുടമസ്ഥനായ റബ്ബ് തള്ളൂല. അങ്ങനത്തെ സ്ഥലമാണ് മക്കത്തുൽ മുകറമ, അങ്ങനത്തെ സ്ഥലമാണ്, തള്ളൂല, കിട്ടും. തിരിച്ച് നാട്ടിലെത്തിയാൽ ആ പോയവന് പ്രത്യേകിച്ച് ഒരു ബഹുമാനവും ആദരവും കൊടുക്കാൻ വേണ്ടി ഒന്റെ ദുആ കബൂലാവുന്ന ആളാണ്. ശിർക്കിന്റെ വഴികൾ അടക്കാൻ ഒരു വാക്ക് പറഞ്ഞു, പ്രത്യേകിച്ചുള്ള കാര്യം പറയരുത്. പിന്നെ എന്തേ പറയാവൂ? കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങളൊന്ന് ദുആയിൽ ഓർക്കണം ഹാജിമാരോട്. കാരണം അവർ ദുആ ചെയ്തവർക്കും അല്ലാഹു മാപ്പ് കൊടുക്കും. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് ഹാജിമാരും ഹജ്ജുമാരും ലക്ഷങ്ങൾ മുടക്കി ക്ഷമിച്ച് സഹിച്ച് കടിച്ചു പിടിച്ചിരിക്കുന്നത്. എളുപ്പമൊന്നുമല്ല ഹജ്ജ്, കർമ്മങ്ങൾ എളുപ്പമാണ്. പക്ഷെ അവിടെ അത്രയും ദിവസം താമസിക്കാന്ന് പറഞ്ഞാൽ അതൊരു ജിഹാദാണ്. അഫ്ദലുൽ ജിഹാദി വഅജ്മലുഹു, ഹജ്ജിനെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദും ഏറ്റവും ഭംഗിയുള്ള ജിഹാദും ഹജ്ജാണ്. ചില പ്രയാസമാണ്, പോയവരോട് ചോദിച്ചാൽ മനസ്സിലാവും. പക്ഷെ എന്തിനാണ് ക്ഷമിക്കുന്നത്? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിഖ അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിവസം അടിമകളെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന പോലെ ദുനിയാവിൽ വേറെ ഒരു ദിവസവും മോചിപ്പിക്കുന്നില്ല. അവിടെ കൂടിയിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ അങ്ങനെ തന്നെ കോരി സ്വർഗത്തിൽ വലിയ ഭാഗ്യം. അറഫയുടെ തമ്പിലും മൗലൂദ് പാടുന്നു, അറഫയിലെ തമ്പിലും റാത്തീബ് കഴിക്കുന്നു, അറഫയിലെ തമ്പിലും കൂടിയിരുന്ന് വിദഗ്ധമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു. അവരുടെ കഥ എന്താ? നഷ്ടമാണ്. എല്ലാം കൊണ്ടുപോയി കൊടുത്ത് ഒന്നുമില്ലാത്ത കൈയോടെ തിരിച്ചു വരുന്നു. 50 ലക്ഷം റുപ്യ കൊണ്ട് ഗൾഫിലേക്ക് പോയി, അവിടെ കൊണ്ടുപോയിട്ട് ബിസിനസ് ചെയ്യാം, പൊട്ടിപ്പാളിസം തിരിച്ചു വന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ഉണ്ടാവും ഹജ്ജിന് പോയാൽ. ഷിർക്കോടെ, ബിദ്അത്തോടെ, ഖുറാഫാത്തോടെ. ഇതൊന്നും ആരോടും ദേഷ്യം തീർക്കാൻ പറയുന്നതല്ല, വെറുതെ ആയിപ്പോകും അമൽ. അള്ളാഹു കബൂലാക്കൂല. അള്ളാഹു അങ്ങനെയുള്ള കാര്യത്തിൽ കാക്കുമാറാവട്ടെ. എന്നിട്ട് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 കാര്യമാണ് ഈ ഹദീസിൽ. ഒന്ന്, വഇന്നഹു ലയതുനു, അറഫയുടെ ദിവസം വൈകുന്നേരം അള്ളാഹു അവന്റെ അടിമകളുടെ അടുത്ത് വരും. അപ്പോൾ അത് ഫീൽ ചെയ്യും സത്യവിശ്വാസിക്ക്. അള്ളാഹു അവന്റെ അടിമന്റെ അടുത്ത് വരും. സുമ്മ യുബാഹി ബിഹിമുൽ മലായിക, എന്നിട്ട് മലക്കുകളെ കൊണ്ട് അവരെ പൊതിയും. ഫയഖൂൽ, 2. മൂന്നാമത്തേത്, അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. 4, ഫയഖൂൽ, അള്ളാഹു പറയും, മാ അറാദ ഹൗലാ. ഒരു ചോദ്യം, മാ അറാദ ഹൗലാ, ഇവര് വേറെന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ വന്നതിന്റെ പേരിൽ? ഒന്നുമില്ല, ഇവർക്ക് ഇതിന്റെ കിട്ടാനുള്ളത്. റബ്ബായ ഞാനുമായിട്ടൊരു അടുപ്പം അള്ളാഹു നസീബാക്കി തരട്ടെ. പിന്നെ നരകത്തിൽ നിന്ന് പേര് മാറ്റണം. പിന്നെ അവരുടെ പാപങ്ങൾ മാപ്പാക്കി കൊടുക്കണം. ഇതല്ലാതെ വേറെന്താ അവർക്ക് കിട്ടാനുള്ളത്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്ത ദിവസം ഒറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. ഹജ്ജിന്റെ ഓരോ കർമ്മം ചെയ്യുന്ന റസൂലുള്ളാഹി പറയുന്നുണ്ട്, തമസ്സകു അന്നി മനാസികകും, ഇദാ എന്നെ നോക്കി പഠിച്ചോളിൻ, ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഈ വർഷത്തിന് ശേഷം ചിലപ്പോൾ ഞാൻ ഉണ്ടായി വരില്ല. സഹാബത്തിന്റെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കി. അടുത്ത കൊല്ലം
നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. ഹജ്ജ് കഴിഞ്ഞു. മുഹറം, സഫർ, റബീഉൽ അവ്വൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. 2 മാസം കഴിഞ്ഞു. അതുകൊണ്ട് സഹാബാക്കള് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹജ്ജിനെ ഒപ്പിയെടുത്തു. കൃത്യമായി പറഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ അറഫ ദിവസം വൈകുന്നേരമായപ്പോൾ വഖദ് കാദത് അശ്ശംസു അൻ തഖൂം, സൂര്യൻ അസ്തമിക്കാനായിട്ടുണ്ട്. അന്നേരം റസൂലുള്ളാഹി വിളിച്ചു, യാ ബിലാൽ, ഏ ബിലാലെ ഇങ്ങോട്ട് വാ. ബിലാൽ വന്നു. അൻസുത് ലിയന്നാസ്, ജനങ്ങളോടൊന്നും ഉണ്ടാതിരിക്കാൻ പറയും. കാരണം എല്ലാവരും ദുആയിലാണ്. അറഫ ദിവസം വൈകുന്നേരം ദുആ ചെയ്യാത്തൊരു മനുഷ്യനെ നമുക്കവിടെ കാണാൻ കഴിയില്ല. നിലവിളിച്ച് കരഞ്ഞ് ദുആ ചെയ്യുന്നുണ്ടാവും. അൻസുത് ലിയന്നാസ്, ജനങ്ങളോട് ഒന്നും ഉണ്ടാതിരിക്കാൻ പറയും, എന്റെ വാക്ക് ശ്രദ്ധിക്കാൻ പറയും. ഫഖാമ ബിലാൽ, ബിലാൽ ഒരു പാറന്റെ മുകളിൽ കയറിയിരുന്നു. ഉറക്കെ വിളിച്ചു പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, അൻസിതു ഇലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വരും. എല്ലാവരും ഉണ്ടാതിരിക്കും. 1,00,000 ആളുണ്ട് റസൂലുള്ളാഹിയുടെ കൂടെ ഹജ്ജിന്. 1,00,000 ആളുണ്ട്. എങ്ങനെയായിരിക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ വർത്തമാനം 1,00,000 ആളുകൾ കേട്ടിട്ടുണ്ടാവുക? വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അതാണ് റബ്ബ്. എല്ലാവരും ഉണ്ടാതിരുന്നു നിശബ്ദമായി. ഫഖാല, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഹ്ശറൻ നാസ്, ജനങ്ങളെ, അതാനി ജിബ്രീൽ അലൈഹിസ്സലാം ആനിഫ, ഇപ്പം കുറച്ചു മുമ്പ് എൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിരുന്നു. ഫഅഖറഅനി മിർ റബ്ബി അസ്സലാം, എൻ്റെ റബ്ബ് എനിക്ക് സലാം പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. ആ സലാം എന്നോട് പറഞ്ഞു. വഖാൽ, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ജിബ്രീൽ, ഇന്നല്ലാഹ അസ്സ വജൽ, നബിയേ, അല്ലാഹു സുബ്ഹാനഹു വതആല ഗഫറ ലിഅഹ്ലി അറഫാത്ത്, അറഫയിൽ ഇന്ന് സമ്മേളിച്ചിരിക്കുന്നവർക്കെല്ലാം ഇതാ അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് ജിബ്രീൽ വന്ന് അറിയിച്ചിട്ട് ജിബ്രീൽ പോയി. അതാണ് അറഫ. ദുൽഹജ്ജ് 9 ഹാജിമാരെ കാത്തിരിക്കുകയാണ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അടുത്തുനിന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹാദാ ലനാ ഖാസ്സ, ഇത് നമുക്ക് മാത്രമാണോ? നിങ്ങളെ അനുചരന്മാർക്ക്, നിങ്ങളെ സഹാബത്തിന്, നിങ്ങളോടൊപ്പം ഹജ്ജ് ചെയ്തവർക്ക് മാത്രമാണോ അറഫ ദിവസം വൈകുന്നേരം അല്ലാഹു പുറത്തു കൊടുക്കുക? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ ലക്കും വലിമൻ അതാ മിൻ ബഅദികും ഇലാ യൗമിൽ ഖിയാമ, നിങ്ങൾക്കുണ്ട്, ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് ശേഷം ആരൊക്കെ അറഫയിൽ വരുമോ അവർക്ക് എല്ലാവർക്കും ഉണ്ട്. സന്തോഷമാണ്, പോവാൻ കൊതിക്കണം, അതിനുവേണ്ടി തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കസറ ഖൈറുല്ലാഹി വതാബ്, എത്ര നല്ല റബ്ബ്, എത്ര നല്ല റബ്ബ്, എത്ര അധികമാണ് അവന്റെ ഖൈറുകൾ, അവന്റെ നന്മകൾ. കൊടും പാതകങ്ങൾ വരെ അറഫ ദിവസം വന്ന് അവിടെ നിന്ന് കയ്യും പൊക്കിയിട്ടൊന്ന് ദുആ ചെയ്താൽ അഫീദു മഗ്ഫൂറൻ ലക്കും. ദുൽഹജ്ജ് 9 അറഫ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്നേ ദിവസം ഞാനും അതേപോലെ തന്നെ എനിക്ക് മുമ്പ് വന്ന അമ്പിയാക്കളും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാക്കുണ്ട്. അറഫയിൽ അത് വർദ്ധിപ്പിക്കുന്ന സുന്നത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ചാറത്തിൽ പോയി ഇത് പറയാൻ കഴിയില്ല, ദർഗയിൽ പോകുന്നത് ഇത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് കഴുത്തിലോ കയ്യിലോ അരയിലോ ഒരു ചരട്, 10 രൂപന്റെ 20 രൂപന്റെ ചരട് അത് കെട്ടിയവനും ഈ ദിക്ർ പറയാൻ കഴിയില്ല. കാരണം എന്താ അറിയോ, ഇത് തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇല്ല ഇലാഹല്ലാതെ എനിക്ക് അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല. വഹ്ദഹു, ഏകനാണ്, ഒരൊറ്റക്കാണ്. ലാ ശരീക ലഹു, ഒരു പങ്കുകാരി പോലില്ല, ഒരു സഹായിമാരില്ല. ലഹുൽ മുൽക്കു, പരമാധികാരം അവന് മാത്രമാണ്. വലഹുൽ ഹംദു, എല്ലാ സ്തുതിഗീതങ്ങളും അവന് മാത്രമാണ്. വഹുവ, അവൻ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇത് പ്രഖ്യാപിക്കുന്നതിൽ ഒന്നിനും കഴിയാത്തവരുടെ ഒരിക്കലും പോകില്ല, ഒന്നും കഴിയാത്തവരോട് ഒരിക്കലും ചോദിക്കൂല. അങ്ങനെ ചോദിക്കുന്നവൻ ഇത് പറഞ്ഞാൽ ആ പറഞ്ഞത് ശരിയാവില്ല. അന്ന് ഏറ്റവും അധികം വർദ്ധിപ്പിക്കാനുള്ളത് ഈ ദിക്റാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ദുആ വർദ്ധിപ്പിക്കാൻ പറഞ്ഞ സ്ഥലത്ത് ഈ ദിക്ർ പറഞ്ഞാൽ മതിയാവോ? മനോഹരമായ 2 അഭിപ്രായങ്ങൾ മക്കൾ പറഞ്ഞു. അതിലൊന്നെന്താ അറിയോ, ഒന്ന്, ഈ ദിക്ർ ഒരുപാട് ചൊല്ലണം. അറഫയിൽ ഒരുപാട് കഴിയുന്നത്ര ചൊല്ലണം. കേട്ട് 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 അള്ളാഹ് എന്താവും, ആ അടിമനോട് ദേഷ്യം കൂടും. കാരണം എന്താ പറയുന്നത്, എല്ലാം നീ തന്നെ, എല്ലാം നീ തന്നെ, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു, എല്ലാം നീ തന്നെ.
അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടം വരും. അങ്ങനെ ഇഷ്ടപ്പെടുത്തിയിട്ട് കൈവക്കണം. അതുകൊണ്ട് മാപ്പാക്കിയിട്ട് പെട്ടെന്ന് കിട്ടും കാര്യം. അതിനാണ് ദിക്ർ വർദ്ധിപ്പിക്കാൻ പറഞ്ഞത്. രണ്ടാമത് ഇബ്രാഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്, മൻ അല്ലാഹു പറയാ മൻ ശഗലഹു ദിക്രി അൻ മസ്അലതി, ഒരാള് എന്നോടുള്ള ചോദ്യത്തിൽ നിന്നും എന്റെ ദിക്ർ ഒരാളെ ജോലിയാക്കിയാൽ, ഒരാൾ ദിക്റിൽ ഇരിക്കുകയാണ്, ദിക്റിന്റെ ഹരം പിടിച്ചു, ഒരിങ്ങനെ അല്ലാഹു ദിക്ർ ചൊല്ലിയാണ്, ദുആ ചെയ്തില്ല, അങ്ങനെ ഒരാൾ ദിക്റിൽ വ്യാപൃതനായാൽ എന്നോട് ചോദിച്ചവന് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ ഇവന് കൊടുക്കും. കാര്യമില്ല. തസ്ബീഹാനെ വിളിച്ചിട്ട് അങ്ങനെ ആക്കലല്ല, പറയുന്ന വാക്ക് അറിയണം, അതിന്റെ ഗൗരവം അറിയണം, എന്നിട്ട് അള്ളാഹ്ക്ക് വേണ്ടി വ്യക്തമായിട്ട് പറയണം. നാവുകൊണ്ടോ കൽബുകൊണ്ടോ ചോദിച്ചവന് കിട്ടുന്നതിനേക്കാളും നല്ലത് ദിക്ർ ചെയ്തവന് കൊടുക്കും. അതെ, ഹാജിമാരും ഹജ്ജുമാരും അറഫ ദിവസത്തിന്റെ ദുൽഹജ്ജ് 9 കാത്തിരിക്കുകയാണ്. അല്ലാഹു അവർക്കും നമുക്കും ആഫിയത്തോടെ പൂർത്തിയാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. എത്രയും പെട്ടെന്ന് ഈ വർഷമെങ്കിൽ ഈ വർഷം തന്നെ, അതല്ലെങ്കിൽ ഖദാഇല്ലെങ്കിൽ തൊട്ടടുത്ത വർഷം നമ്മൾ ഓരോരുത്തരെയും അല്ലാഹു അവന്റെ പരിശുദ്ധമായ മക്കയിൽ ഹജ്ജിന് വേണ്ടി എത്തിക്കട്ടെ. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. നമ്മളിപ്പോ പറഞ്ഞത് അറഫ ദിവസം അവിടെയുള്ള ആളുകൾക്കുള്ള പ്രത്യേകതയും അവർ ചെയ്യേണ്ട കാര്യമാണ്. വൈകുന്നേരമാകുമ്പോൾ അവർ അറഫ ദിവസം കഴിഞ്ഞു, സൂര്യൻ അസ്തമിച്ചു, മുസ്ദലിഫയിലേക്ക് മടങ്ങും. അന്ന് രാത്രി അവിടെ കഴിയും, അവിടെ നിന്ന് എറിയാനുള്ള കല്ലുകൾ പുറക്കും. പിറ്റേന്ന് രാവിലെ മിനായിലേക്ക് പോകും, അവിടെ ജംറത്തുൽ ഖുബയിൽ കല്ലെറിയും, അവിടെ നിന്ന് പരികർമ്മം നടത്തും, പിന്നെ തലമുട്ടയടിക്കും, തഹല്ലുലാവും. പിന്നെ പെരുന്നാളിന്റെ കഴിഞ്ഞിട്ടുള്ള 3 ദിവസങ്ങളിൽ 3 ഏറുകളുണ്ട്, അത് എറിഞ്ഞ് മക്കത്ത് വന്ന് തവാഫുൽ ഇഫാദ ചെയ്തു, സഅയ് ചെയ്തു, ഹജ്ജ് കഴിഞ്ഞു. തിരിച്ചു വരുമ്പോൾ ഉടവാങ്ങൾ തവാഫ് ചെയ്ത് മഗ്ഫൂറുകളായി, പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി, ഉമ്മ പ്രസവിച്ച കുഞ്ഞുങ്ങളെ പോലെ അവര് നാട്ടിലേക്ക് വരും. വരുമ്പോ കൈവര് സംസം വെള്ളം ഉണ്ടാവും, ഈത്തപ്പഴം ഉണ്ടാവും. ശരിക്കും നീയത്തില്ലാണ്ട് പോയാൽ അവിടുത്തെ ഉള്ള ചൈനീസ് ഐറ്റംസ് എല്ലാം വാങ്ങിട്ട് വന്നിട്ടുണ്ടാവും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. തമാശക്ക് പറഞ്ഞല്ല, അവിടെ പോകുന്നത് സാധനം വാങ്ങാനല്ല, വാങ്ങാനുള്ളത് ദുനിയാവിൽ ഖിയാമത്ത് നാൾ വരെ അങ്ങനത്തെ ഒരു വെള്ളം പോലെ ഉണ്ടാവില്ല. അത് വാങ്ങിയേ പറ്റുള്ളൂ. പിന്നെ മദീനത്തെ ഈത്തപ്പഴം, അള്ളാഹുവിന്റെ റസൂലിന്റെ നാട്ടിലെ ഈത്തപ്പഴം. പക്ഷെ ദുൽഹജ്ജ് 9 നാട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സുന്നത്താക്കി തന്നത് ദുൽഹജ്ജ് 1 തൊട്ട് 10 വരെയുള്ള ദിവസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, റമദാനിന്റെ അവസാനത്തെ 10 രാത്രികൾക്കാണ് പ്രാധാന്യം, ദുൽഹിജ്ജയുടെ 1 തൊട്ട് 10 വരെ പകലുകൾക്കാണ് പ്രാധാന്യം. സഹാബാക്കൾ ചോദിച്ചു, റസൂലുള്ളാഹ് അന്നേ ദിവസം അമലുകൾ ചെയ്യാൻ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, ഏറ്റവും ശ്രേഷ്ഠമായതാണ്, എങ്കിൽ ജിഹാദിനേക്കാളും ശ്രേഷ്ഠമാണോ? റസൂലുള്ളാഹി പറഞ്ഞു, നഅം, ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമാണ് ദുൽഹജ്ജ് 1 തൊട്ട് 10 വരെയുള്ള ദിവസങ്ങളിൽ അമലുകൾ വർദ്ധിപ്പിക്കാൻ. ദുൽഹജ്ജ് 1 തൊട്ട് 10 വരെ. അറഫ ദിവസം അഥവാ ദുൽഹജ്ജ് 9 നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൗമു യൗമി അറഫ യുകഫിറു സനതൈൻ, 2 വർഷത്തെ പാപങ്ങൾ മാപ്പ് ചെയ്യാൻ കാരണമാകുന്ന നോമ്പാണ് മാദിയതൻ വ മുസ്തഖ്ബില, കഴിഞ്ഞൊരു വർഷം വരാതിരിക്കുന്ന ഒരു വർഷം. ദുൽഹജ്ജ് 9 അറഫന്റെ നോമ്പ് എല്ലാവരും എടുക്കണം, വീട്ടിലുള്ള എല്ലാവരെ കൊണ്ടും ആ നോമ്പ് എടുപ്പിക്കുകയും വേണം. അതാണ് ദുൽഹജ്ജ് നമുക്ക് ചെയ്യാനുള്ള പ്രത്യേകമായ അമൽ. പിന്നെയുള്ളത് ബലികർമ്മമാണ്. അവിടെ ഹാജിമാര് ചെയ്യും, ഇവിടെ നമ്മളും. എത്രത്തോളം അല്ലാഹു റസൂൽ പറഞ്ഞതറിയോ? ആർക്കെങ്കിലും മൻ കാന ലഹു സിഅ, ബലികർമ്മം നിർവഹിക്കാനുള്ള സൗകര്യം ആർക്കെങ്കിലും ഉണ്ടായിട്ടും അവൻ അറുക്കുന്നില്ലെങ്കിൽ അവൻ നമ്മളോടൊപ്പം പെരുന്നാൾ നിസ്കരിക്കാൻ വരേണ്ടതില്ല. അതൊരു താക്കീതാണ്. പെരുന്നാൾ നിസ്കരിക്കാൻ നമ്മളൊപ്പം നിസ്കരിക്കാൻ വരണ്ട, അതൊരു താക്കീതാണ്. അവിടെ കഴിയുന്നവരും ഉണ്ടാവും, ഒന്നുകിൽ ഒറ്റക്കറക്കാം, അല്ലെങ്കിൽ നാൽക്കാലികളിൽ ആട്, പോത്ത്, എരുമ പോലുള്ളതിൽ
7 പേര് ചേർന്നിട്ട് അറുക്കണം. അറുത്താൽ അതിന്റെ ഇറച്ചി എന്താക്കണം? തിന്നോ, നാട്ടുകാർക്ക് കൊടുത്തോ, അതൊന്നും അള്ളാഹ്ക്ക് വിഷയമല്ല. അതിലാണ് നമ്മളെ ചർച്ച. ഇവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം, അവിടെ കൊടുക്കും, വിഷയമല്ല. അതിന്റെ ചോരയോ അതിന്റെ ഇറച്ചിയോ അതൊന്നും അള്ളാഹ്ക്ക് വേണ്ട. വലാകിൻ യനാലുഹു തഖ്വ മിൻകും. അള്ളാഹ്ക്ക് അറിയേണ്ടത് നീ അധ്വാനിച്ച പൈസക്ക് ഒരറവ് നടത്തിയിട്ട് എനിക്ക് തരുമോ, അതാണ് അള്ളാഹ്ക്ക് അറിയേണ്ടത്. അത് കാണിച്ചു കൊടുത്താൽ മതി. അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വരുന്ന ദിവസങ്ങൾ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. 2 പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാറുണ്ട്. അതിലൊന്ന്, ഈയിടെ ഒരു സഹോദരൻ ആക്സിഡന്റ് ആയി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അള്ളാഹു ശിഫ കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് നസീബാക്കട്ടെ. പ്രയാസങ്ങളൊന്നുമില്ലാതെ, കടബാധ്യതകളൊന്നും വരാതെ, മാനസികമായി പ്രയാസങ്ങളൊന്നും വരാതെ അള്ളാഹു ആഫിയത്ത് ശരീരത്തിനും മനസ്സിനും കൊടുക്കട്ടെ. അവരുടെ കുടുംബത്തിന് അള്ളാഹു എല്ലാ അർത്ഥത്തിനും ആഫിയത്ത് നസീബാക്കട്ടെ. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പറയാൻ കഴിയില്ല, അള്ളാഹിന്റെ ഖദാഇലുള്ളതാണ്. പക്ഷെ ദുആ ചെയ്യണം. ചില അപകടങ്ങൾ കാണുമ്പോൾ പേടിയാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നല്ല ആഫിയത്തും സിഹത്തും നസീബാക്കി തരട്ടെ. രണ്ടാമത്തെ കാര്യം, സാലിത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു പള്ളി നമുക്കറിയാം. ഈയിടെ നമ്മളൊരു പരിപാടിക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ വരുമാനമൊക്കെ കുറച്ചേ ഉള്ളൂ. നടത്തുന്ന ആൾക്കാരും അത്തരത്തിൽ അങ്ങനെ മനോഹരമായി കൊണ്ടുപോകാൻ പറ്റിയ ആളുകളുമല്ല. ഒരു സഹായം അഭ്യർത്ഥിച്ച് നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഇതുവരെ വന്ന ആൾക്കാരൊന്നും മടക്കിയിൽ നിന്ന് ടെൻഷനോടെ പോയില്ല. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വന്ന കശ്മീരി ഒരു മെസ്സേജ് അയച്ചിരുന്നു. നിങ്ങളുടെ നാട്ടുകാരും വളരെ മനോഹരമായി സഹായിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, എത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാവരും കൂടെ കശ്മീരിലേക്ക് വരണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഞങ്ങളുടെ സന്തോഷം അറിയിച്ചിട്ടുണ്ട്. അതേപോലെ എല്ലാവരും ഇവിടെ ചിന്തിക്കേണ്ട കാര്യം എന്താ അറിയോ? വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാന അൽ അബ്ദു ഫീ ഔനി അഖീ. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഖൽബിന് ഒരു സന്തോഷം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയെങ്കിൽ തീർച്ച അല്ലാഹു നിങ്ങളെ സന്തോഷിപ്പിച്ചിരിക്കും. ഒരു സംശയവുമല്ല. ദുനിയാവിലും കിട്ടും, ആഖിറത്തിലും കിട്ടും. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി മനസ്സിന് നല്ല റാഹത്താവുന്ന രീതിയിൽ അവരെ യാത്രയാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. വന്നുപോയ പാവങ്ങൾ അല്ലാഹു മാപ്പാക്കി തരട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും കഴിച്ചുകൂട്ടാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ ചെയ്യാൻ, ഹറാമുകളെ ഒഴിവാക്കാൻ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തുകളെ മുറുകെ പിടിക്കാൻ അല്ലാഹു നല്ല തൗഫീഖ് നസീബാക്കട്ടെ. أقول قولي هذا وأستغفر الله العظيم لي ولكم ولجميع المؤمنين فاستغفروه إنه هو الغفور الرحيم.